മോർണിംഗ് ബോസ്റ്റൺ. അപ്പോൾ ഇത് വെസ്റ്റാണ് കേട്ടോ. സൺ അപ്പുറത്താണ്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് വി ക്യാൻ സീ ഇവിടെയൊക്കെ സണ്ണിൻ്റെ റിഫ്ലക്ഷൻ. സിറ്റിയിലും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ബോസ്റ്റണിൽ ഞാൻ കാണുന്ന ഈ ടണലിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടണൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക. നമ്മൾ കാണാത്തൊരു പരിപാടിയാണ് ടണലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആവുന്നത്. ഇപ്പം നോക്കി ഇവിടെ 130 കൊണ്ട് നമുക്ക് പോകണം. 2.6 മൈൽസ് ആയിട്ട്. ഞങ്ങൾ ഹാർവേർഡ് യൂണിവേഴ്സിറ്റി വഴി പൊക്കോണ്ടിരുന്നത്. അതാണ് റിവർ തേംസ്. ഇംഗ്ലണ്ട് അല്ല, ഓ സോറി, തേംസ് അല്ല, ചാൾസ്. തേംസും ഉണ്ട് പോലും. ഹാർവേർഡ് യൂണിവേഴ്സിറ്റി ഇങ്ങനെയാണ് ഹാർവേർഡ് യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത്. ഇത് എനിക്കൊന്നു റോബർട്ട് എം ബെറൻ ഹാളൊക്കെ ഉണ്ട്. എന്തെങ്കിലും താങ്ക്സ് ഗിവിങ് ആണ്ടായിരിക്കും. എല്ലാം വളരെ വിജനമായിട്ടിരിക്കുകയാണ്. പിള്ളേർ ആരും ഇല്ല, എല്ലാവരും താങ്ക്സ് ഗിവിങ് ബ്രേക്കിന് വീട്ടിൽ പോയിരിക്കുകയാണ്. കഫേ ഒക്കെ കാണുമോ എന്തോ, ഓപ്പൺ ആണോ എന്തോ. പക്ഷെ നമ്മുടെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി അത്ര ഭംഗിയൊന്നും ഇല്ല കേട്ടാ. അതിന്റെ ഒരു ചാമ്പിന്റെ ഇതുവരെ കണ്ടെടുത്തോളം പ്രിൻസ്റ്റന്റെ ഒരു ഇവിടെ ഈ എനിക്ക് സോറി ഫോർ മൈ പ്രൊണൗൺസിയേഷൻ, എനിക്ക് കേംബ്രിഡ്ജ് എന്ന് അനിയുടെ പറഞ്ഞു. പക്ഷെ എനിക്ക് കാംബ്രിഡ്ജ് എന്ന് പറഞ്ഞ് ശീലിച്ചോണ്ട് ഞാൻ കാംബ്രിഡ്ജ് എന്നേ പറയുള്ളൂ. പീക്കാൻ എന്ന് ഇവർ പറയുന്നത്, എനിക്ക് പെക്കാൻ എന്നേ വരുള്ളൂ എന്തായാലും. അപ്പോൾ ഈ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തായിട്ടാണ് കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്. ഞാൻ വെറുതെ സെർച്ച് ചെയ്തപ്പോൾ എല്ലാം ഈ കാംബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടാണ്. ഗ്രോയിലർ പോയട്രി ബുക്ക് ഷോപ്പ്, ഹാർവേർഡ് ബുക്ക് സ്റ്റോർ, established 1932. ചുമ്മാ ഇവിടെ കയറി. ഓ ഞാൻ പെട്ടെന്ന് പിഞ്ചെ കാറിയിരുത്ത് എന്തോ, പിന്നെ പെട്ടെന്ന് പിഞ്ചില്ലല്ലോ. പക്ഷെ ഇവിടുത്തെ നമ്മൾ ഇതുവരെ താമസിച്ച ഹോട്ടലിലെല്ലാം പെറ്റ്സ് അലൗഡ് ആയിരുന്നു. നമ്മുടെ നാട്ടുകാരേ ഉള്ളൂ ഒന്ന് വേണമെങ്കിലും പറ്റാതെ. അതില്ലെങ്കിൽ ടറ്റേ ബേക്കറി ആൻഡ് കഫേ ഉണ്ട്. ടറ്റേ നമുക്ക് വണ്ടി എവിടെങ്കിലും ഇട്ടിട്ട് നടന്ന് JP ലിക്സ് ഷർട്ട് ഷോപ്പ് ക്ലോവർ. വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. 12 മണിയായിട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഹാർവേർഡ് യൂണിവേഴ്സിറ്റി ആണ് ഇന്നത്തെ ഞങ്ങളുടെ ടൂറ്. അപ്പം നല്ല ഇന്ന് തണുപ്പുള്ള ദിവസമാണ്. പക്ഷെ മഴയില്ല. അയ്യോ മഴയില്ല, വെയിൽ. ഈ ജാക്കറ്റ് ഇടാം. അപ്പം കുജിക്കൊരു ജാക്കറ്റ് ഇവിടുന്ന് കിട്ടുമ്പോൾ, കാരണം കടകളൊക്കെ ഈ താങ്ക്സ് ഗിവിങ് ബ്രേക്കായിട്ട് മൊത്തം അടപ്പായുണ്ട്. ഇതാണ് ഫുൾ ഈ ഇതെല്ലാം ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയുടെ ഓരോ ഭാഗങ്ങളാണ്. അപ്പം ഇവിടെ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു കഫേ തന്നെയാണ് ഞങ്ങളിപ്പോൾ രാവിലെ കഴിക്കാൻ പോകുന്നത്. ഏകദേശം 12 മണിയായി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഹീറ്റേഴ്സ് വെച്ചാൽ അവിടെയും കൂടെ ഇരുന്ന് നമ്മുടെ ഡ്രൈ സ്കിന്നാണ്. കുഞ്ചി പ്രോപ്പറായിട്ട് ജാക്കറ്റ് എടുക്കാതെ വന്നുകൊണ്ടാണ് കുഞ്ചിയുടെ. പിന്നെ ആ ഉള്ള ജാക്കറ്റ് മൊത്തം ഇന്നലെ, പക്ഷെ അവളുടെ മറ്റേ നനയുന്ന ജാക്കറ്റാണ്. ഞങ്ങളുടെയൊക്കെ മുറിയിൽ വെച്ചിട്ട് അവൾ കാറിലും വെച്ചിട്ട് വന്നു. ഇട്ടോണ്ട് വരണ്ടെന്നാണ് പറഞ്ഞത്. ഭയങ്കര അത് അവളുടെ വൈറ്റ് കളർ ഒബ്സഷനിൽ വേണ്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു വൈറ്റ് ചൂസ് ചെയ്യല്ലേ, അത് അഴുക്കാന്ന് പറഞ്ഞാൽ അതിനെ കണ്ട ഒരുമാതിരി എന്തായാലും. അപ്പം ഞങ്ങൾ ഹാർവേർഡിലൂടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയാണ് അതിൻ്റെ
ചേട്ടൻ പാർക്കിങ്ങിൻ്റെ എന്തോ മീറ്റർ കൊടുത്തിട്ട് വരും. നല്ല തണുപ്പ്. എന്താണ് നമ്മുടെ നമ്പർ? 30. ഗണപതി. ഭയങ്കര തിരക്ക് കേട്ടോ. പിള്ളേരെല്ലാം ഹാർവാർഡ് പിള്ളേരെല്ലാം ഡ്രീം എവറി ഡേ. And what can we see outside? The Harvard Street. താഴെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കുഞ്ചി is waiting. Kunji is looking serious. academic model. What's 30, 900? What's 900, 900? കുഞ്ചു ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവരുവാണ്. ഓട്ടെ ബിസി ഡേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞാണ്. വലിയ മനസ്സിൽ അല്ലേ? എനിക്കങ്ങനെ ഒരു വൈബ് കിട്ടി. ഇതല്ല കുഞ്ചി ഈറ്റിംഗ് ഗ്രിൽഡ് ചീസ്. എങ്ങനെയുണ്ട്? ഞങ്ങളിതൊരു ഹാർവാർഡ് സ്ക്വയർ എന്ന് ഞങ്ങൾ പറയാം. അവിടെ ഒരു സ്റ്റാർബക്സ് ഉണ്ട്, CVS ഫാർമസി ഉണ്ട്, ജോസ് പിസ ഉണ്ട്. ഇതൊക്കെ നല്ലതാണ്. എന്താണ് സാൻഡ്വിച്ചസ് ഉണ്ട്. ബാങ്ക് ഓഫ് അമേരിക്ക ഇവിടെ ഉണ്ടോ? ദ കൂപ്പ് അറ്റ് ഹാർവാർഡ്. അതെന്താണ് മോളെ? മോളെ ആ എച്ചിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാം. ആ എച്ച് ഇങ്ങനെതാ. ഹാർവാർഡിൻ്റെ ഫസ്റ്റ് ഉണ്ടാക്കിയ മെയിൻ ഗേറ്റ്. അങ്ങനെ ഞങ്ങൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ അകത്ത് കാലുകുത്തി വെച്ചു നടക്കുന്നു. എനിക്ക് പക്ഷേ പ്രിൻസ് യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ. അതെ, പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയാണ് എനിക്കിഷ്ടം. എനിക്ക് അടുപ്പം ഇവിടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വളരെ ആർട്സ് ആൻഡ് എന്താണ് ലോ ഒക്കെ വളരെ ഇതാണ്. അപ്പോൾ കുഞ്ചിന് പക്ഷേ MIT ആണ് ഇഷ്ടം. കുഞ്ചിക്ക് ഹാർവാർഡിലോട്ട് ജിഞ്ചിന് ഹാർവാർഡ് ആയാലും കുഴപ്പമില്ല, MIT ആണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഏതെങ്കിലും ഒരു കോളേജ് അക്സെപ്റ്റ് ചെയ്താൽ മതി. അയ്യോ, എനിക്ക് എൻ്റെ 2 കുഞ്ഞുങ്ങളും പ്രിൻസ്റ്റണിൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതാണ് എനിക്കിഷ്ടം. നോ, ഞാൻ അവിടെ പ്രിൻസ്റ്റണിൽ ഒരു പ്രൊഫസറൊക്കെ ആയിട്ടിരിക്കും. ഞാൻ ആലോചിച്ചു, ഞാൻ സൈക്കോളജി പ്രൊഫസറായിട്ട് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ. മിസ് പാർവതി ബൊഗാൻസ. എല്ലാവരും സേ ഹായ്. ഞങ്ങളൊരു 4 സെൽഫി എടുക്കുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 കുഞ്ചിയുടെയും അച്ഛൻ്റെയും ഐഫോണിൽ ഞങ്ങൾ എടുക്കുകയാണ്. ഐ വിൽ ടേക്ക് എ വീഡിയോ ലൈക്ക് ദിസ്.
ഹലോ ഗൈസ് ഹലോ പറഞ്ഞേ കുഞ്ചി കുഞ്ചി കാണുന്ന പോലും ഓ അവിടെയാണ് ഞങ്ങൾ എവിടെയാണ് ചുഞ്ചു പറഞ്ഞേ Now we are in another bus. ഞങ്ങൾ ഹാർവേഡ് സ്ക്വയറിൽ നിന്ന് ഞങ്ങൾ ഇവിടുത്തെ ഒരു 69 എന്നുള്ള ബസ് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഈ ഒറ്റ ബസ്സേ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ ഇവിടെ ഞങ്ങൾ ആ ബസ്സിൽ ഞങ്ങൾക്ക് അവസാനം കിട്ടി ഞങ്ങൾ ഓടി കുറേ ദൂരം ജുഞ്ചു ഷോർട്ട് കട്ടൊക്കെ എടുത്ത് ഞങ്ങളെ ഈ ബസ് ഞങ്ങളിങ്ങനെ ഇതൊക്കെ ചെയ്തു പോയി പക്ഷേ ഞങ്ങൾ ഹാർവേഡ് യൂണിവേഴ്സിറ്റി അകത്തൂടെ ഒക്കെ ഓടി ഞങ്ങൾ ഷോർട്ട് കട്ടൊക്കെ എടുത്ത് ഞങ്ങൾക്ക് എന്തായാലും കിട്ടി അപ്പോൾ ഞങ്ങളെ ഈ ഹാർവേഡിന് ചുറ്റും അവർ ഒരു ഇല്ല ഏതൊക്കെ സ്റ്റോപ്പാണ് പോകുന്നത് അറിയാമോ അല്ല കാപ്പിയോ വെള്ളമോ വല്ലതും വാങ്ങിച്ചോണ്ട് വരാനുള്ള സമയമുണ്ടോ എന്താണ് ബോംഡോ നമുക്ക് തിരിച്ചിവിടെ ഇറങ്ങാം കേട്ടോ ക്രിസ്റ്റീനാസ് ഹോം മെയ്ഡ് ഐസ്ക്രീം എൻ്റെ തിരിച്ച് അല്ലേടാ ഇവിടെ ഇറങ്ങി ഇതെല്ലാം കഴിച്ചാൽ തിരിച്ചിങ്ങനെ വരുമ്പോൾ കേട്ടോ എന്താ പറയുന്നു പഞ്ചാബി ഢാബയിൽ പോകണം കാംബ്രിഡ്ജിൻ്റെ അവിടെ മൊത്തം ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ് കേംബ്രിഡ്ജ് Northwest Street. ആൻഡ് സിബിൻ ദ കേംബ്രിഡ്ജ് കിച്ചൺസ് ആൻഡ് ക്ലോസറ്റ്സ് പിന്നെ എന്തൊക്കെ ചെയ്താണ് ഹാർവാർഡിൻ്റെ ഒരു 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 ലുക്ക് ഹാർവാർഡ് ലുക്ക് എനിക്കെന്തോ ഇത് വളരെ ഒരു ഡൾ ഇതിപ്പോൾ ഇനി താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഇതാ ഒരു വൈബ് നമ്മുടെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ആ വൈബ് ഇസ് വെരി കൈൻഡ് ഓഫ് ഭയങ്കര ആക്റ്റീവ് ആൻഡ് ഒരു ഒരു ഇതാണ് ഇതൊരുമാതിരി സീരിയസ്ലി ഒരു ഡൾ വൈബ് കേട്ടോ ഗോസ്റ്റ് ഹൗസ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പണ്ടത്തെ ഏതോ എല്ലാം പൂട്ടിക്കെട്ടി പോകും കാരനൊരു ഹാർട്ട് അറ്റാക്ക് ഒരു ഒരു ഇതാണ് ലെവററ്റ് ഹൗസ് എന്താണോ എന്തോ ബാ ഇതാണോ അല്ല ഇതാണ് ചാൾസ് റിവർ തേംസ് അല്ല ചാൾസ്